ഹായ് അസ്സാം വലൈക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ ഞങ്ങൾ നാട്ടിലുള്ള ഒരു പാർക്ക് പോയ വീഡിയോ കേട്ടോ. ഈ പാർക്കിനൊരു പ്രത്യേകത ഉണ്ട്. അവിടെ പോയാൽ വലിയൊരു കുട്ടികളെ എന്നുള്ള വേർതിരിവൊന്നുമില്ല കേട്ടോ. എല്ലാത്തിനും കയറാം. ഞാൻ പിന്നെ ഈ കുട്ടികളെ വിറ്റാൽ ഈ കുത്തി മറിയുന്ന ഈ ഒരു ഗെയിം നല്ല അടിപൊളി ഗെയിമാട്ടോ. എന്നെക്കൊണ്ട് ഫുള്ളാക്കാനൊന്നും പറ്റില്ല. ഞാൻ എപ്പോൾ കയറി അപ്പോഴൊക്കെ വീണിട്ടേ ഉള്ളൂ. പിന്നെ ഞങ്ങൾ പോണ വഴിക്ക് ആദ്യം ഞങ്ങൾ എടയൂർക്കുളം കാണാൻ പോയിട്ടോ. ലാലു ഇതായിട്ട് എടയൂർക്കുളം കണ്ടിട്ടില്ല. അപ്പോൾ ഇങ്ങനെ എടയൂർക്കുളം ലാലുവിനെ കാണിച്ചു കൊടുക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ പോയതായിരുന്നു. കൂടുതൽ എനിക്കും കാണാമല്ലോ, അങ്ങനെ പോയി. അപ്പോൾ ഇങ്ങനെ ഓലൊക്കെ റോട്ടുമ്പോൾ നിന്നിങ്ങനെ നോക്കിക്കുന്നിട്ടാ. ഞാൻ പിന്നെ എവിടെ വെള്ളം കണ്ടാലും എനിക്കൊന്ന് കാല് നനക്കേണ്ടി വരും. പിന്നെ കിട്ടിയ ചാൻസ് ആണെങ്കിൽ കാല് നനച്ച് പിന്നെ എങ്ങനെയോ ഉടലും നന്നി കുളി കഴിഞ്ഞിട്ടേ ഞാൻ കയറുള്ളൂ. പിന്നെ പാർക്ക് പോകണ കാരണം കുളിച്ചാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ വെറുതെ കാലൊക്കെ ഒന്ന് നനച്ച് പോകുന്നു. ഇത് വർഷക്കാലത്തൊക്കെ നല്ല രസമാണ്. ഫുള്ള് വെള്ളമൊക്കെ ആയിട്ട് നല്ല അടിപൊളി കുളമാണ്. പിന്നെ ഇത് മലയിൽ ഫാം പോകണ വഴിക്കൊരു ഡബ്ബറും കാടിൻ്റെ ഉള്ളിൽ കൂടിയാണ് പോകുന്നത്. നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ. ഇതിങ്ങനെ പണ്ടിങ്ങനെ കോറടിച്ചിരുന്ന സ്ഥലമായിരുന്നു. ഇപ്പോൾ പിന്നെ ഇങ്ങനെ ഡബ്ബറൊക്കെ വെച്ച് ഒരു പറമ്പാക്കി എടുത്തേക്കാം. അങ്ങനെ ഇത് ഇവിടെ തന്നെ ഒരു മക്ബറ വരുന്നുണ്ട് കേട്ടോ. ഈ മക്ബറ ഇങ്ങനെ ഒരു തെങ്ങും തോട്ടവും കവുങ്ങും തോട്ടത്തിൻ്റെ ഉള്ളിൽ കൂടിയാണ്. ഞങ്ങൾ പോണ വഴിക്കൊക്കെ അത് കാണലുണ്ട്, പക്ഷെ ഇതുവരെയായിട്ടും കയറിയിട്ടില്ല. അപ്പം ഞങ്ങൾ വെറുതെ ഒന്ന് കയറി നോക്കിയതാ കേട്ടോ. അവിടെ പിന്നെ 2 ഖബർസ്ഥാൻ ഉണ്ട് കേട്ടോ. പക്ഷേ അതിൻ്റെ ചരിത്രങ്ങളൊന്നും എനിക്കറിയില്ല. ഞങ്ങൾ പോണ വഴിക്കൊക്കെ ഇങ്ങനെ കാണാം, പക്ഷെ ഇതുവരെയായിട്ട് കയറിയിട്ടുണ്ടായിരുന്നില്ല. അന്ന് പിന്നെ ഏതായാലും കയറി. ഞങ്ങൾ ചെന്നൊക്കെ നല്ല തിരക്കുണ്ടായിരുന്നു. ഇപ്പോൾ സ്കൂൾ പൂട്ടൊക്കെ അല്ലേ, അപ്പോൾ ഫാമിലി ആയിട്ടൊക്കെ വന്നിട്ട് ഇവിടെ ഇങ്ങനെ സ്കൂളിൽ നിന്ന് കുട്ടികളായിട്ടൊക്കെ വരലുണ്ട്. അങ്ങനെ ഇവിടെ നിന്നാണ് ടിക്കറ്റ് എടുക്കൽ. ഞാൻ 2 കൊല്ലം മുന്നേ വന്നപ്പോൾ അത്ര സെറ്റപ്പൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല. അത് തുടങ്ങിയ ഉടനെയാണ്. അതിനിപ്പോൾ നല്ല കുറേ മാറ്റങ്ങളൊക്കെ വന്നിരിക്കണം കേട്ടോ. ചെടിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് കുറേ ഇങ്ങനെ ഗെയിംസുകളൊക്കെ വന്നിരിക്കണം ഇതിൽ. അങ്ങനെ പിന്നെ ഞങ്ങൾ രണ്ടാളും പോണ ജസ്റ്റ് ഒരു വീഡിയോ ഒക്കെ എടുത്തിരുന്നു കേട്ടോ, ഷോർട്സ് എടുക്കാൻ വേണ്ടിയിട്ടും. അങ്ങനെ ഈ പോണ കാക്കിന്ന് കേട്ടോ, ആ പറമ്പിൻ്റെ മുതലാളിയെ തോന്നുന്നു. ഞങ്ങളവിടെ മക്ബറ കാണാൻ ചെന്നപ്പോൾ ഈ കാക്ക അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഇതിൽ തന്നെ ഇതുണ്ട് കേട്ടോ, സ്വിമ്മിംഗ് പൂളും ഒക്കെ ഉണ്ട് കേട്ടോ. വലിയവർക്കും കുട്ടികൾക്കൊക്കെ ഇറങ്ങാൻ പറ്റിയതും. പിന്നെ അവിടെയൊക്കെ ചുറ്റിക്കറങ്ങി കണ്ട്. ഇതൊക്കെ ചെറിയ കുട്ടികളെ പാർക്കാണ്. ഇവിടെ ഒന്നും ഇപ്പോൾ നമ്മൾ കയറൂലല്ലോ. അതൊക്കെ ഇങ്ങനെ നോക്കി നടന്ന്. പിന്നെ ഇവിടെ നമ്മൾ ഈ പള്ളിക്കത്തെ മാതിരിയൊക്കെ ക്രിസ്ത്യൻ പള്ളി ഉണ്ടാവില്ല, അവിടുത്തെ മാതിരി ഇങ്ങനെ മണി അടിച്ചിട്ട് സംഭവമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം എല്ലാവരും പോയിട്ട് അവിടെ പോയിട്ട് മണി അടിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നോക്കിയപ്പോൾ അത് മത്സരിച്ച് ഊഞ്ഞാലൊക്കെ ആടുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ ഇതിൻ്റെ മേലേക്ക് കയറാൻ പറ്റും. അതായത് അങ്ങനെ കുറേ സ്റ്റെപ്പൊക്കെ വെച്ചിട്ടുണ്ടായിട്ട് എന്താ പറയാതെ വെച്ചറിയില്ല കേട്ടോ. അതിനകത്ത് കുറേ സ്റ്റെപ്പുകൾ കയറി ഇതിൻ്റെ നെറുവ് കയറിയാൽ നമുക്ക് പാകം മുഴുവൻ കാണാം. ഇങ്ങനെ ചുറ്റോറം മലകളൊക്കെ ആയിട്ട് ഇങ്ങനെ. ഞാൻ പറഞ്ഞില്ലേ, ഇതൊരു കോറിയൊക്കെ ഇതാക്കിയതൊരു സ്ഥലമാണ്. ഇനിയൊരു പറമ്പായിരുന്നു. 2 കൊല്ലം മുന്നേ ഞങ്ങൾ വന്നപ്പോഴൊക്കെ അവിടെ വെച്ചിന് ചെറിയ മരങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ചെറിയ തൈകളായിരുന്നു. ഇപ്പോൾ അതൊക്കെ വലിയ മരങ്ങളൊക്കെ ആയി. കുറേ മാറ്റങ്ങൾ വന്നിക്കണം. അതിനിപ്പോൾ നല്ല തിരക്കൊക്കെ ആയിരുന്നു. ഇത്ര തിരക്കുണ്ടായിരുന്നില്ല പുതുക്കായതുകൊണ്ട്. ഇപ്പം നല്ല തിരക്കുണ്ട്. അങ്ങനെ പിന്നെ എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു സംഭവം. ഞാൻ എവിടെ പാർക്കിൽ പോയാലും ഞാൻ കണ്ടാൽ ഞാൻ കയറും. എനിക്ക് അങ്ങനത്തെ മടിയൊന്നുമില്ല. അങ്ങനെ ഞാൻ അത് കണ്ടപ്പോൾ ഇതിലും ഇങ്ങനെ കൊത്തിപ്പിടിച്ച് കയറി. അങ്ങനെ പിന്നെ അവിടെ നിന്നൊക്കെ ഇറങ്ങി. പിന്നെ ഇരുട്ടായി തുടങ്ങിയിട്ടാ. നമ്മൾ മഗ്‌രിബിൻ്റെ ആ ഒരു ടൈമായി തുടങ്ങിയപ്പോൾ നല്ല തിരക്ക് കൂടി. ഞങ്ങൾ വന്നപ്പോൾ അത്ര തന്നെ തോന്നിയിരുന്നില്ല. പിന്നെ ഇരുട്ടാവും തോറും തിരക്ക് കൂടി വന്നു. കാരണം ഇപ്പോൾ പെരുംജാതി വെയിലല്ലേ, എല്ലാവരും പുറത്തിറങ്ങാൻ മടിച്ചിരുന്ന ടൈമുമാണ്. വൈകുന്നേരമല്ലേ എല്ലാവരും ഇറങ്ങും. ഞങ്ങളും അങ്ങനെ തന്നെയായിരുന്നു. വൈകുന്നേരം ആവട്ടെ വെച്ചിട്ട് നിന്ന് നേരെ 5 മണി 5:30 ആ ഒരു ടൈമിലാണ് ഞങ്ങൾ ചെല്ലണമായിരുന്നത്. അങ്ങനെ ചെന്നപ്പോഴാണേലോ പെരുംജാതി തിരക്ക്. പോകുമ്പോൾ അങ്ങനെ നല്ല എൻജോയ് ചെയ്യണമെന്നൊക്കെ കരുതി പോയതായിരുന്നു. നോക്കി നിൽക്കാനേ ഭാഗ്യം ഉണ്ടായിരുന്നുള്ളൂ. കാരണം എല്ലാത്തിലും ഫുള്ളായിരുന്നു. കുട്ടികളും വലിയവരും ഉമ്മമാർ വരെ ഇങ്ങനെ കയറിയിട്ടാണ്. ഇപ്പോൾ അവരൊക്കെ ആയിട്ട് നമുക്ക് വലിയ മടിയില്ലേക്ക് ഒരാളെ കാണുമ്പോൾ. പക്ഷെ അവിടെ പോകുമ്പോൾ പിന്നെ കുറച്ച് നേരമൊക്കെ അങ്ങനെ നോക്കിക്കോളൂ. പിന്നെ നമ്മൾ കിട്ടിയിലും കണ്ടിയിലൊക്കെ കുത്തിപ്പിടിച്ച് കയറും. അങ്ങനെ പിന്നെ ഇതാണ് ഞാൻ ആ ഫസ്റ്റിൽ കാണിച്ചിരുന്നത് കേട്ടോ. ഇതിങ്ങനെ ചില കുട്ടികൾക്ക് ഇത് നല്ല സിമ്പിളായിട്ട് പോകുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ നടുക്ക് ചവിട്ടി പോവുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല. നമ്മൾ സൈഡിൽ ചവിട്ടി പോവുകയാണെങ്കിൽ നമ്മൾ കൂളായിട്ട് ആയിപ്പോൾ കൊയിനാടും. ഞാൻ ഈ കുട്ടി കട്ടണ മാതിരി നടുക്ക നിന്നിട്ട് തന്നെ ഞാൻ കൊയിനാടിയത്. പിന്നെ എനിക്ക് 2 വട്ടം നോക്കി, 2 വട്ടം പറ്റണില്ല എന്ന് കണ്ടപ്പോൾ പിന്നെ അവിടെ നിർത്തി. വെറുതെ കയ്യും കാലും കേടെടുത്തണ്ടേ ലൈമെന്ന് വീണിട്ട് നിർത്തിയിട്ട്. അങ്ങനെ എൻ്റെ ചെറിയ അനിയന് ഇതിങ്ങനെ ഫസ്റ്റായിട്ട് ഇങ്ങനെ ഈ കയറുമ്പോൾ തൂങ്ങി പിടിച്ച് പോകണം. അതായത് കയറുമ്പോൾ കൂടെ നടക്കുക, ആ കയറുമ്പോൾ പിടിച്ചിട്ട്. എന്നിട്ട് പിന്നെ ഒരു ഊഞ്ഞാലുണ്ട്. ആ ഊഞ്ഞാലുമ്മേ ചവിട്ടിയിട്ട് വേണം നമ്മൾ പിന്നെ ഈ ടാസ്ക് എടുക്കാൻ വേണ്ടിയിട്ട് ആ ഗെയിമിൽ ഇതാക്കുക. അങ്ങനെയാണ് ഈ ഗെയിം മുഴുവനാവുള്ളൂ. ഇവന് കൂളായിട്ട് ആ കയറുമ്പോൾ കൂടെയൊക്കെ അങ്ങനെ നടക്കുന്നുണ്ട്. പിന്നെ ആ ഊഞ്ഞാലുമ്മേക്ക് ഓൻ ആടി വന്നിട്ട് പിന്നെ ഒതിമക്ക് പോയിട്ടാണ്. ഇതൊക്കെ ഓനക്കിതിൻ്റെ ചെറിയ അനിയനാണ്. ഓനക്ക് സുഖമായിട്ട് അത് ചെയ്ത് ഇതിൻ്റെ നടുക്ക് കൂടെ നടന്നാൽ മതി പറഞ്ഞിട്ടും. പക്ഷെ നമ്മളെ ബാക്കിൽ വേറെ കുട്ടികളൊക്കെ വരുമ്പോൾ ഇത് ഇളകുമ്പോൾ നമ്മൾ പെട്ടെന്ന് കൊഴിഞ്ഞോടും. ഇവന് കൂളായിട്ട് പോയി. അത് കണ്ടപ്പോൾ എനിക്കൊരു പൊലിവ്. അപ്പം ഞാനും ഇത് ചെയ്താക്കാൻ വേണ്ടിയിട്ട് ഞാനും ലാലും കൂടി കയറുമ്പോൾ കൂടി ഒന്ന് നടന്നു. ഈ നടക്കുമ്പോൾ നല്ല രസമാണ് കേട്ടോ. അങ്ങനെ പക്ഷെ എന്താ വെച്ചാൽ മറ്റുള്ളവർ നമ്മളെ നോക്കും, നമുക്കൊരു മടിയാണ്. പിന്നെ കരുതുക ഓലിപ്പോൾ ഇതുപോലെ എൻജോയ് ചെയ്യാൻ വന്നതല്ലേ വെച്ചിട്ട് പിന്നെ അങ്ങോട്ട് മെയിൻ്റാക്കാതെ ഞങ്ങൾ ചെയ്യൽ തുടങ്ങി. ഈ ഊഞ്ഞാലുമ്മ കൂടി പോകണമെന്ന് അടാറ് കോമഡി.
ഈ മുന്നേ പോകുന്ന ആൾക്കാർ ബാക്കൊക്കെ വന്ന് അടിച്ചുമ്പോൾ നമ്മളെ കാലുമ്മക്കാവും തട്ടുക. എനിക്കൊക്കെ നല്ല കിട്ടൽ കിട്ടി ആ കുട്ടീൻ്റെ അടുത്ത് നിന്ന്. ആ കുട്ടി ഷൂ കൂടി നെറ്റീന്. പിന്നെ നമുക്ക് ഇവന്ന് ചാടാനും വെച്ചല്ലോ, ഗെയിം പൊട്ടുമല്ലോ. അങ്ങനെ പിന്നെ അതൊക്കെ സഹിച്ച് എൻ്റെ അടുത്തുനിന്ന് ലാലുവിനും കിട്ടുന്നുണ്ട്. ഞാൻ അങ്ങനെ കിടന്നിങ്ങനെ ആടിയിട്ട് അങ്ങനെ എന്തായാലും ലാലുവിന് ഭയങ്കര മടിയുള്ള ആളേന് കേട്ടോ. കുറേ ലാലു ഇല്ല ഇല്ല എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ കയറിയെന്ന് കണ്ടപ്പോൾ ലാലു എൻ്റെ വൈത്താലം പോകുന്നു. എല്ലാവരും ഇങ്ങനെ ചെയ്യുന്ന കണ്ടപ്പോൾ ഇവിടെ പ്രായ വ്യത്യാസങ്ങളൊന്നുമില്ല, വലിയവരും ചെറിയവരും കുട്ടികളും മക്കളും എല്ലാവരും കയറുന്നുണ്ട്. അപ്പോൾ അത് കണ്ടപ്പോൾ ലാലുവിനൊരു പൂതി, അങ്ങനെ ലാലും കയറി. അങ്ങനെ ഞങ്ങൾ രണ്ടാളും ഈ ഊഞ്ഞാലുമുള്ള ടാസ്ക് മുഴുവനാക്കിയിട്ടാണ്. ഇത് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ നമ്മളിങ്ങനെ നടക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ അത്. ലാലുവിന് ഇങ്ങോട്ട് പോരാൻ പറ്റുന്നില്ല കേട്ടോ. അത് ഈ ഊഞ്ഞാലിൽ നിന്ന് ഇങ്ങനെ ആടി കളിച്ചിട്ട് അങ്ങനെ ലാലു കുറച്ച് നേരം പിടിച്ച് അവിടുന്ന് ഇങ്ങോട്ട് കഴിച്ചലായി കിട്ടാൻ. അങ്ങനെ പിന്നെ ലാലു അത് ഫുള്ളാക്കി. അങ്ങനെ പിന്നെ എൻ്റെ മിതു പോയിട്ട്, മിതു പറയുന്നത് എൻ്റെ ചെറിയ അനിയന്, ഓൻ പോയിട്ട് പിന്നെ ഉണ്ടാവും ഊഞ്ഞാലുമ്മ പോയി ആടുന്നു. അപ്പോൾ ഓൻ്റെ ബാക്കിലുള്ള പെൺകുട്ടിയൊക്കെ പൊട്ടിപ്പോയി. അങ്ങനെ പിന്നെ ഞാൻ ഈ ഒരു സംഭവത്തുമ്പോൾ കയറി. ആ ഊഞ്ഞാലാടി കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഇവിടേക്ക് കയറാൻ പറ്റുക. ഞാൻ ആദ്യം തന്നെ കയറിയപ്പോൾ തന്നെ ആരുമില്ല. ഞാൻ എല്ലാവരോടും പറഞ്ഞു അവിടെ നിൽക്കി, ഞാൻ അവിടെ എത്തിയിട്ട് നിങ്ങൾക്ക് വരട്ടായിരുന്നു കുട്ടികളോട്. കുട്ടികളെ കേട്ട് അവിടെ നിന്നിട്ടുണ്ടെന്നാണെങ്കിൽ കേട്ട് എനിക്കാണല്ലോ ഇത് മുഴുവനാക്കാനും പറ്റില്ല. ഞാനിത് നടുക്ക ചവിട്ടി കാരണം നടുക്ക തന്നെയാണ്, ഒരു കാല് സൈഡിലായ കാരണം ഇങ്ങനെ ആടി കളിച്ചു. അപ്പോൾ ഒരട്ടം കൊയിനാടി. അപ്പം പിന്നെ ഇനിയെന്നെ കളിയാക്കിയപ്പോൾ ഞാൻ ഒന്നും കൂടി ഞാൻ പോകുമെന്ന് പറഞ്ഞിട്ട് നടുക്ക ചവിട്ടി പോവുക. ലാസ്റ്റ് ആ സ്പ്രിങ്ങിൻ്റെ അവിടെ എത്തിയപ്പോഴാണ് പടി കിട്ടിയത്. ഭയങ്കര ആട്ടം. ഞാൻ കൊയിൻ്റെ അവിടെയുള്ള ടൈം ഇങ്ങനെ മുറുക്കി പിടിച്ചിരിക്കുന്നു. അവിടെയുള്ള താത്താരൊക്കെ നോക്കി നിൽക്കുക. ഞാൻ ചാടും ചാടിച്ചിട്ട് നമ്മളൊരാൾ ചാടണ കാണാൻ ഭയങ്കര ഇൻട്രസ്റ്റ് തന്നെ. ചാടിയത് കണ്ടപ്പോൾ പിന്നെ ഞാൻ മനസ്സിലാവാൻ പോയില്ല. പിന്നെ വെല്ലം അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു. അങ്ങനെ ഓരോരുത്തർ ചെയ്യണ കാണാനും രസമാട്ടോ. കൊയിനാടണ കാണാനും പല ഷേപ്പിലും മോഡലൊക്കെ ആവും കൊയിനാടുക. ചിലവരവിടെ തെറിച്ച് പോകും. ഞാൻ പിന്നെ അവിടെ രാത്രി ഇങ്ങനെ സ്റ്റേജൊക്കെ ഉണ്ട് കേട്ടോ, ലൈറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ടും. അവിടെ കുട്ടികൾ ഡാൻസും കാര്യങ്ങളൊക്കെ കളിച്ചിട്ടുണ്ട്. പിന്നെ പലതരം ഗെയിംസുകളുണ്ട് അവിടെ പോയ പിന്നെ നമുക്ക് എന്തെന്ന് പറയുക, ഒരു ദിവസം മുഴുവൻ ചിലവഴിച്ചാലും നമുക്ക് അവിടെ നിന്ന് പോരാൻ തോന്നുന്നു. പിന്നെ പാട്ടൊക്കെ വെച്ചപ്പോൾ പെൺകുട്ടികൾ അങ്ങനെ ഡാൻസും ഒക്കെ ഉണ്ടായി. അപ്പം അതൊക്കെ ഇങ്ങനെ കുറച്ച് നേരം നോക്കിന്ന്. അപ്പോൾ ഇങ്ങനെ ആർക്കും കയറി കളിച്ചട്ടോ. പക്ഷെ നമുക്കൊക്കെ നോക്കിക്കാനല്ല ഇഷ്ടം, കയറി കളിച്ചാൽ ഇതിപ്പോൾ നമ്മൾ എന്തായാലും പോവില്ലല്ലോ. പിന്നെ ഇതിനോട് ഇൻട്രസ്റ്റ് ഉള്ള കുട്ടികളാണെങ്കിൽ പാട്ട് കണ്ട എവിടെ ചാടി കളിച്ചിരുന്ന കുട്ടികളാണെങ്കിൽ വേഗം കയറിപ്പോട്ടാം. പക്ഷേ ഞങ്ങൾക്ക് പിന്നെ അങ്ങനെ മടിയായ കാരണം അങ്ങനെ പോയില്ല. പിന്നെ ഒക്കെ നമ്മൾ വലിയ കുട്ടികളൊക്കെ ആയാൽ പിന്നെ നമുക്കൊരു മടിയല്ലേ കാരണം. പിന്നെ അവിടെ ഫാമിലി ആയിട്ട് ടർഫിൽ പോയി ഇങ്ങനെ കളിച്ചാൽ അത് സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ അങ്ങ് നിന്ന്. രാത്രിയല്ല, ഇന്ന സ്ഥലം നല്ല കാറ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരെ കളിയും കണ്ട് ഇങ്ങനെ കുറച്ച് നേരം അവിടെ നോക്കി നിന്ന്. പിന്നെ അങ്ങനെ ഞങ്ങൾ പോന്ന്. ഞങ്ങൾ ഈ നടത്തതൊക്കെ കാണുമ്പോൾ ഞങ്ങൾ കരുതി ഞങ്ങൾ ഭയങ്കര റൊമാൻറ്റിക് ആയിട്ടുള്ള കപ്പിളാണ് എന്നൊക്കെ. സത്യം എന്താ വെച്ചാൽ ഇത് വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം നടക്കണം. എന്നിട്ട് ലാലുവിന് ഇന്നൊന്നും കാണാൻ കിട്ടിയിരുന്നില്ല. ഞാൻ മുന്നിൽ എന്തെന്ന് അറിയാം, നമ്മൾ കൂട്ടുന്നിട്ട് ആട്ടുംകുട്ടികളെ മാതിരി പായി ചെയ്യുന്നു. എവിടെയൊക്കെ കയറണം, എന്തൊക്കെ നോക്കണം എന്നൊക്കെ. ലാലുവിന് കുറച്ചൊരു മടി ഉണ്ടായിരുന്നു. എന്നാലും ലാലു അവിടെ ഇവിടെയൊക്കെ കയറിയിരിക്കണം. പിന്നെ കുറേ വീഡിയോസുകളൊന്നും എടുത്തിട്ടില്ല കേട്ടോ. രാത്രിയായിട്ട് ക്ലിയറും ഇല്ല. പിന്നെ നമ്മൾ എൻജോയ് ചെയ്യാൻ വേണ്ടി പോയതല്ല, വീഡിയോ എടുക്കാൻ പോയതല്ലല്ലോ. അപ്പോൾ അവിടെ ഇവിടെയൊക്കെ കുറച്ച് വീഡിയോസുകൾ എടുത്തിരുന്നുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക.